Hello, welcome to New Income Tax at Learning Series. നമ്മുടെ പുതിയ ഇൻകം ടാക്സ് നിയമം വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിയമത്തിൽ CBDT സർക്കുലേഴ്സിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസിനും ഇത് CA, CMA, CS ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെ എന്താണ് CBDT സർക്കുലേഴ്സ് എന്നുള്ളത് അറിയാം. അത് നിയമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. ഇപ്പൊ ആക്ട്, റൂള്, നോട്ടിഫിക്കേഷൻ, അതിന്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു CBDT സർക്കുലർ. സർക്കുലർ കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല കാര്യങ്ങളും ആക്ടിനകത്ത് പറയുന്നത് വളരെ വേഗ് ആയിട്ടായിരിക്കും, അതായത് ഒരു ക്ലാരിറ്റി കുറവുണ്ടാകും. അപ്പൊ അങ്ങനെ ക്ലാരിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തോന്നുമ്പടി അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പടിയല്ല ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ന കാര്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, സർക്കുലേഴ്സ് പുറത്തിറക്കിയിരുന്നത്. എന്നാൽ സർക്കുലേഴ്സ് വെർ ആക്ച്വലി നോട്ട് ബൈൻഡിങ് ഓൺ ദി അസസി. നമ്മൾ നിർബന്ധമായും അത് പാലിച്ചിരിക്കണം എന്നൊന്നുമില്ല. അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ദേ വെർ ആക്ച്വലി ബൈൻഡിങ് ഓൺ ദി ഡിപ്പാർട്ട്മെന്റ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് നിർബന്ധമായും പാലിക്കേണ്ടത്. കോടതികൾ പല സർക്കുലേഴ്സും തള്ളിക്കളഞ്ഞ കേസുകളുണ്ട്. സുപ്രീം കോടതി വിധികൾ വരെയുണ്ട്, ഈ സർക്കുലർ പാടില്ല എന്ന് പറയുന്ന കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുകയാണ്, ഇനി മുതൽ CBDT സർക്കുലർ നിയമത്തിന്റെ ഭാഗമാണ്, കണിശമായി നിർബന്ധമായി. ഇനി മുതൽ നിങ്ങൾ ആക്ട് വായിക്കുമ്പോൾ ആക്ടിന്റെ കൂടെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ, സെക്ഷനോടൊപ്പം ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ ആ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. അതായത് ഇറ്റ് മസ്റ്റ് ബി ബൈൻഡിങ് ഓൺ ദി അസസീസ് ഓൾസോ. ടാക്സ് പേയേഴ്സ് കൂടി അത് നിർബന്ധമായും പാലിച്ചിരിക്കണം. ഇനി പഴയ പോലെ നമുക്ക് തോന്നുമ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല, നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തള്ളിക്കളയാനായിട്ട് പാടില്ല.